തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലീഷയ്ക്ക് എതിരായ പീഡന പരാതിയിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന ആരോപണവുമായി യുവതി രംഗത്ത്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ സിഐ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് യുവതി ആരോപിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. പീഡനം, വധഭീഷണി തുടങ്ങി നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവിനെതിരായ യുവതിയുടെ പരാതി. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക, ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുക തുടങ്ങി അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി കോൺഗ്രസ് നേതാവിനെതിരെ ഉയർത്തിയത്. പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയുടെ കുടുംബവും നിരന്തരമായി ഭീഷണി മുഴക്കിയെന്ന കാര്യം യുവതി പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നതാണ് യുവതിയുടെ ആരോപണം. പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു. എനിക്ക് ഈ പീഡന പരാതിയിൽ എനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചതും എന്നെ അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോയി കൊല്ലങ്കോട് ഹോസ്പിറ്റലിലും എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എന്നെ അബോർഷനെ നിർബന്ധിക്കുകയും അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഒഫൻസോ കാര്യങ്ങളോ ഒന്നും ഈ പോലീസുകാർ ഈ FIRൽ ഇട്ടിട്ടില്ല. എൻ്റെ പേരിൽ അലി നേരത്തെ ഒരു കേസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അപ്പോൾ ഇപ്പോൾ ആര് വിളിച്ചാലും ഇവരിപ്പോൾ ഈ പീഡന പരാതിയല്ല പറയുന്നത്, എനിക്കൊരു കേസുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ കേസിനെ അട്ടിമറിക്കാനാണ് അവിടുത്തെ CA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ വെച്ച് യുവതിയുടെ കാർ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിലും കേസ് നിലവിലുണ്ട്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ അതുവരെ, അതായത് ഏകദേശം ഒരു 12 കിലോമീറ്റർ വരെ എന്നെ പിന്തുടർന്നു, കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ആംഗ്യത്തിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവർ നല്ല രീതിയിലാണ് ഈ CA കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഈ മട്ടാഞ്ചേരിയിൽ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് CI ശ്രമിക്കുന്നു എന്നാരോപിച്ച് മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് യുവതി പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിക്കണമെന്നും പരാതിയിൽ യുവതി ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കൊച്ചി.